തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് എന്നും നിത്യ മേനോന് തന്റേതായ സ്ഥാനമുണ്ട്. ഒരുപാട് സിനിമ ചെയ്തില്ലെങ്കിലും നിത്യ ചെയ്യുന്ന മിക്ക സിനിമകളും ശ്രദ്ധിക്കപ്പെടുന്നു. തമിഴിലും തെലുങ്കിലും തന്റേതായ തീരുമാനങ്ങളുമായി കരിയറിൽ മുന്നോട്ടു പോകാനും മുൻനിര നായികയായ നടിയുമായി തുടരാനും നിത്യയ്ക്ക് കഴിഞ്ഞു. മലയാള സിനിമാ രംഗത്ത് നിത്യ അത്ര സജീവമല്ല. തുടക്കകാലത്ത് തുടരെ മലയാള സിനിമകൾ ചെയ്തുവെങ്കിലും പിന്നീട് നിത്യ മലയാളത്തിൽ നിന്നും അകന്നു. നിർമ്മാതാക്കളുടെ സംഘടന വിലക്ക് പ്രഖ്യാപിച്ചതും പിന്നീടുണ്ടായ വിവാദങ്ങളും ഇതിന് കാരണമായി. ഏത് നായകനൊപ്പം അഭിനയിച്ചാലും മികച്ച ഓൺ സ്ക്രീൻ കെമിസ്ട്രി നിത്യയ്ക്ക് ഉണ്ടാവാറുണ്ട്. അനായാസം നിത്യയ്ക്ക് ഇത് സാധിക്കുമുണ്ടാറുണ്ടെന്ന് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു. നിത്യയുടെ ഏറ്റവും മികച്ച ഓൺ സ്ക്രീൻ നായകനായ ദുൽഖർ സൽമാനാണ്. ഓർക്കെ കൺമണി, 100 ഡേയ്സ് ഓഫ് ലവ് എന്നീ സിനിമകളാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത്. ബാംഗ്ലൂർ ഡേയ്സിലും ഒരുമിച്ചുണ്ടായിരുന്നെങ്കിലും നായകനും നായികയുമായിരുന്നില്ല. നിത്യ ദുൽഖർ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ തമിഴ് ചിത്രം ഓകെ കൺമണി ആയിരുന്നു. നിത്യയുടെ കരിയറിൽ ഇന്നും ഏവരും എടുത്തു പറയുന്ന സിനിമ. ദുൽഖറിന് തമിഴകത്ത് വലിയ ആരാധക ബന്ധം നേടിക്കൊടുത്ത മണിരത്നം ചിത്രം. ഒരുമിച്ച് സ്ക്രീനിലെത്തുമ്പോൾ വല്ലാത്തൊരു മാജിക് ഇവരുടെ കെമിസ്ട്രിയിലുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. ഏറെക്കാലമായി ദുൽഖറിനും നിത്യയ്ക്കും ഒരുമിച്ച് കണ്ടിട്ട്. ദുൽഖർ മലയാളത്തിനേക്കാളും തെലുങ്കിലാണ് സജീവം. നിത്യയ്ക്കും ഏറെ ജനപ്രീതിയുള്ള ഇൻഡസ്ട്രിയാണ് ടോളിവുഡ്. എന്തുകൊണ്ട് നിത്യയ്ക്കും ദുൽഖറും ഒരുമിച്ച് എത്തുന്നില്ലെന്ന ചോദ്യം ആരാധകർക്കിടയിലുണ്ട്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ഒരു തമിഴ് മീഡിയയ്ക്ക് നിത്യ നൽകിയ അഭിമുഖത്തിന്റെ ശ്രദ്ധ നേടുകയാണ്. റാപ്പിഡ് ഫയറിൽ പ്രിയപ്പെട്ട നടനാരെന്ന ചോദ്യത്തിൽ മറുപടി നൽകുകയായിരുന്നു നിത്യ. പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ എന്നിവരിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ പൃഥ്വിരാജിനെയാണ് നിത്യ തിരഞ്ഞെടുത്തത്. ഫഹദ് ഫാസിൽ, നിവിൻ പോളി എന്നിവരുടെ പേര് വന്നപ്പോൾ നിത്യ തിരഞ്ഞെടുത്തത് പൃഥ്വിയെ തന്നെ. അതേയൊപ്പം ഈ റാപ്പിഡ് ഫയർ ഒരു തമാശയാണെന്ന് അഭിമുഖത്തിൽ പറയുന്നുണ്ട്. പൃഥ്വിക്കൊപ്പം അൻവർ, ഉറുമി എന്നീ സിനിമകൾ നിത്യ അഭിനയിച്ചിട്ടുണ്ട്. അതേസമയം നായകനും നായികയുമായിരുന്നില്ല. അൻവറിൽ പൃഥ്വിയുടെ സഹോദരിയായിരുന്നു നിത്യ. ഉറുമിയിൽ കോമ്പിനേഷൻ സീനുകൾ വളരെ കുറവ്. നേരത്തെ ദുൽഖർ സൽമാനും റാപ്പിഡ് ഫയർ റൗണ്ടിൽ നിത്യയ്ക്ക് പകരം തന്റെ മികച്ച കോ സ്റ്റാറായി തിരഞ്ഞെടുത്ത മൃണാൽ ഠാക്കൂറിനെ ആയിരുന്നു. സീതാരാമം എന്ന സിനിമയെ തനിക്ക് സ്പെഷ്യലാണെന്ന് കൊണ്ടാണെന്നും അന്ന് ദുൽഖർ പറഞ്ഞു. അതേസമയം ദുൽഖറിനൊപ്പം വീണ്ടും സിനിമ ചെയ്യണമെന്നുണ്ടെന്ന് നിത്യ വ്യക്തമാക്കുന്നുണ്ട്. ഇരുവരും വീണ്ടും ഒരുമിച്ച് കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ എല്ലാവരും. ലക്കി ഭാസ്കറാണ് ദുൽഖറിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ചിത്രം മികച്ച വിജയം നേടി. കാതിലേക്ക് നേരമില്ലേരെ നിത്യ ഒടുവിൽ പ്രേക്ഷകർ കണ്ടത്. ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു.